قالت يا أيها الملأ أفتوني في أمري ما كنت قاطعة أمرا حتى تشهدون قالوا അപ്പോൾ അവർ പറഞ്ഞു നഹ്നു ഞങ്ങൾ ഉലൂ ഖുവ്വത്തിൻ നല്ല ശക്തന്മാരാണ്, നല്ല പവറുള്ളവരാണ്. ഞങ്ങൾ ഉലൂ ഖുവ്വത്ത്, ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സ്ട്രെങ്ത്, നല്ല ശക്തിയുള്ളവരാണ്. ഉലൂ എന്ന് പറഞ്ഞാൽ ഉള്ളവർ. ഉലൂ ഖുവ്വത്തിൻ, ഖുവ്വത്തുള്ളവർ. നമ്മൾ നല്ല ശക്തിയുള്ളവരാണ്. മാത്രമല്ല, വെറും ശക്തി മാത്രമല്ല, ഉലൂ ബഅ്സിൻ ശദീദിൻ, അതികഠിനമായ യുദ്ധപാടവമുള്ളവരുമാണ്. ബഅ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബഅ്സുൻ ശദീദ് എന്ന് പറഞ്ഞാൽ ഹർബുൻ ശദീദ്, അതിഘോരമായ യുദ്ധത്തിന് വരെ കഴിവുള്ളവരാണ് നമ്മൾ. ഉലൂ ഖുവ്വത്തിൻ വ ഉലൂ ബഅ്സിൻ ശദീദ്, കഠിനമായ നിലക്ക് യുദ്ധം ചെയ്യാനും അതിനുള്ള എല്ലാ ശാരീരികമായ കഴിവുണ്ട്. പട്ടാളത്തിന് വേണ്ട ആവശ്യമായ യുദ്ധക്കോപ്പുകളും നമ്മുടെ കയ്യിലുണ്ട്. സുലൈമാനുമായിട്ടൊരു പോരാട്ടത്തിന് നമ്മൾ റെഡിയാണ്. അതിനൊക്കെ പവറുണ്ട്. നമുക്ക് മാൻ പവറുണ്ട്, നമുക്ക് വെപ്പൺസും ഉണ്ട്. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മളെ അടുത്തുണ്ട്. ഒക്കെ റെഡിയാണ് നമ്മൾ. സംഗതി അതൊക്കെ റെഡിയാണ്. നീ വല്ലംറു ഇലൈക്ക്, ഇനി കാര്യം നിങ്ങളിലേക്ക് വിടുകയാണ്. വല്ലംറു, കാര്യം ഇലൈക്ക്, നിങ്ങളിലേക്ക് വിടുന്നു. തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളല്ല, അതാരാണ്? അത് നിങ്ങളാണ്. ഞങ്ങൾ റെഡിയാണ്. ഇനി നിങ്ങൾ പറയേ വേണ്ടു. യുദ്ധം വേണോ? ഞങ്ങൾ യുദ്ധത്തിന് റെഡിയാണ്. വല്ലംറു ഇലൈക്ക് ഫൻളുരി, അതുകൊണ്ട് താങ്കൾ നോക്കുക, നിങ്ങൾ ആലോചിക്കൂ. മാദാ തഅ്മുരീൻ, എന്താണോ നിങ്ങൾ കൽപ്പിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഞങ്ങളോട് അറിയിച്ചാൽ മതി. ഒരു പെണ്ണായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഒരു സ്ത്രീയോടാണ് ഇവിടെ സംസാരം. ശ്രദ്ധിച്ചില്ലേ ആ പ്രയോഗങ്ങൾ? ഖാലൂ നഹ്നു ഉലൂ ഖുവ്വത്തിൻ വ ഉലൂ ബഅ്സിൻ ശദീദിൻ എന്ന് കഴിഞ്ഞിട്ട് വൽ അംറു ഇലൈക്കാനാണോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? വൽ അംറു ഇലൈക്കി. പിന്നെയോ ഫൻളുരി, ഒരാണിനോട് പറയണമെങ്കിൽ എന്ത് പറയും? ഫൻളുരി. പിന്നെയോ മാദാ തഅ്മുരീൻ, അതും സ്ത്രീകളോടുള്ള പ്രയോഗമാണ്. നിങ്ങൾ എന്താണോ കൽപ്പന, രാജ ഓർഡർ എന്താണോ ആ ഓർഡർ നിങ്ങൾ എന്താണെങ്കിൽ ആലോചിച്ച് ഞങ്ങളെ കണ്ട് അറിയിച്ചാൽ മതി. ഞങ്ങൾ എന്തിനും റെഡിയാണ്. സുലൈമാനോട് പോയി പോരാടണോ? നമ്മളെടുത്ത് നല്ല മാൻ പവറും പട്ടാളവും എല്ലാം ഉണ്ട്, റെഡിയാണ്. അപ്പോ ഇവരുടെ മറുപടിയിൽ നിന്നിപ്പോ എന്താണ് ഉരുത്തിരിഞ്ഞതെന്താ? യുദ്ധം ചെയ്യണം എന്ന സൂചനയാണ് പട്ടാളക്കാർക്കൊക്കെ ഉള്ളത്. വിടാൻ പറ്റൂല. അങ്ങനെയുണ്ട് കത്തയച്ചിട്ടാണ് പോകണമെന്നറിയാല, അത് നടക്കൂല. പോയി പൊരുതണം, ഞങ്ങൾ റെഡിയാണ് എന്നാണ് ഇപ്പൊ പട്ടാളക്കാരുടെ മൊത്തം എന്ത് അവിടുത്തെ ഒരു വികാരം. അതാണ് പോയി പിന്നെ അടിക്കണം, യുദ്ധം ചെയ്യണം. നല്ലൊരു പട്ടാളത്തെയും കൊണ്ട് പോയിട്ട് സുലൈമാനോട് എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം എന്നാണ് ഇപ്പൊ പട്ടാളക്കാരുടെ കൊട്ടാരത്തിലെ എല്ലാവരുടെയും എന്ത് വികാരം. അതറിയാൻ തന്നെ അവർ ചോദിച്ചു. അത് രാജ്ഞി മനസ്സിലാക്കി, അത് ബിൽഖീസ് രാജ്ഞി മനസ്സിലാക്കി. പക്ഷെ അവര് തൻ്റെ ഇടമുള്ളവരാണ്, ബുദ്ധിമതിയാണ്. എടുത്തു ചാടിയാൽ എന്താ സംഭവിക്കാന്ന് അവർക്ക് നന്നായിട്ടറിയാം. വരും വരായികകളെക്കുറിച്ച് നന്നായി അവർ ആലോചിച്ചപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യായി. അത് തൻ്റെ പട്ടാളക്കാർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവര് യുദ്ധപാഠവും അതുപോലെ തന്നെ ഭരണപരിചയത്തിൽ നിന്നൊക്കെ അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു രാജ്യത്തേക്ക് ഒരു രാജാവ് ഇങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ തവിട് പൊടിയാവും. ഇവിടെ ഉണ്ടായ എല്ലാ സംവിധാനങ്ങളും തകർക്കപ്പെടും. ഒരു രാജ്യം കുട്ടിച്ചോറാക്കപ്പെടും. കോടികളുടെ ആസ്തി ഇവിടെ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടാളങ്ങട് വന്ന് അവർക്കെങ്ങാനും ജയം കിട്ടിയാൽ പിന്നെ ഇവിടെ നമ്മൾ പടുത്തുയർത്തിയ പൊക്കിയുണ്ടാക്കിയ ആരും നമ്മുടെ ഉണ്ടാവില്ല. അതുകൊണ്ട് രാജ്ഞി
കുറച്ച് ദീർഘവീക്ഷണത്തോടെ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ ആളുകളെ മുഷാവറ നടത്തിയിട്ട് ആളുകൾ എന്താണോ നമ്മോട് അഭിപ്രായം പറഞ്ഞത് ആ അഭിപ്രായം നമ്മൾ സ്വീകരിച്ചോളണം എന്നില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അവരുടെയൊക്കെ അഭിപ്രായം എങ്ങനെയാണ്, എന്നാ ശരി കേട്ടോ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാന്നല്ല അവർ പറയുന്നത്. അവരുടെ അഭിപ്രായം കേട്ട് നോക്കുമ്പോൾ അവർക്ക് ബോധ്യമായത് എന്താണ്, ആ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. ഒരു അറ്റാക്കിന് വേണ്ടി സുലൈമാൻ നബിയുടെ അടുത്തേക്ക് പോകണം എന്ന അഭിപ്രായത്തോട് റാണിക്ക് യോജിക്കാൻ കഴിയുന്നില്ല.